ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന വായനയും ധ്യാനവും പഠനവും മനനവുമൊക്കെ നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, അനുഗ്രഹാശിസ്സുകളോടെ ഈ എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 31 സങ്കീർത്തനം 16 മുതലുള്ള വാക്യങ്ങൾ ഇന്ന് നാം ധ്യാനിക്കുകയാണ്. നിന്റെ ദാസൻ്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ, നിന്റെ ദയയാൽ എന്നെ രക്ഷിക്കണമേ. യഹോവേ, നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുതേ. ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. നീതിമാനെതിരായി ഡംഭോടും നിന്നയോടും കൂടെ ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള അധരങ്ങൾ മിണ്ടാതെയായി പോകട്ടെ. യഹോവേ, നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുതേ. യഹോവേ, നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുതേ. ദൈവത്തിങ്കൽ പ്രത്യാശ അർപ്പിച്ച ഒരുവനും ദൈവത്തെ പിന്തുടർന്ന് നിലവിളിച്ച ഒരുവനും ലജ്ജിച്ചു പോകില്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ലജ്ജിച്ചു പോകരുതേ എന്നുള്ളതിൻ്റെ ഹേതുവായി ഒരു ഉറപ്പായി ദാവീദ് പറഞ്ഞത്, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുത്. ദൈവമേ, നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുത്. നമ്മൾ ഓർത്തോണം, നമ്മളുടെ ഈ വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ എന്തിനാണെന്നറിയാമോ? ഏതാനും ചില കാലഘട്ടത്തിലെ നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല, ജീവിതാനുഭവങ്ങളിൽ നാം ലജ്ജിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശക്തി കൂടിയാണ്. നല്ല വസ്ത്രം ധരിച്ചതുകൊണ്ടോ, പഠിച്ചതുകൊണ്ടോ, ആരോഗ്യമുള്ളതുകൊണ്ടോ, നല്ല ഭക്ഷണം കഴിച്ചതുകൊണ്ടോ, പിന്തുണക്കാരുള്ളതുകൊണ്ടോ നമ്മൾ ലജ്ജിക്കാതിരിക്കത്തില്ല. ആ സമയത്തൊക്കെ ലജ്ജ വരാം, വീഴ്ചകളും പരിഹാസങ്ങളും അനുഭവിക്കാം. നമ്മൾ ആശ്രയം കണ്ടെത്തുന്ന അത്തരം വ്യക്തികളിൽ നിന്ന് തന്നെ നമുക്ക് നൊമ്പരങ്ങൾ അനുഭവിക്കാം. എന്നാൽ ഞാൻ നിൻ്റെ നാമം വിളിച്ചിരിക്കൊണ്ട് ലജ്ജിച്ചു പോകരുതേ. അപ്പം നമ്മളെ ലജ്ജിക്കാതെ വണ്ണം പിടിച്ചു നിർത്തുന്ന ഒരു ശക്തി, ഒരു ബലമുണ്ട്. പാട്ടുകാരൻ പാടിയതുകൊണ്ടാണ്, നല്ല ദാസനെന്നു ചൊല്ലുന്നാർ തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ. അതെ, നല്ല ദാസനെന്ന് ചൊല്ലുന്നവർ പ്രിയൻ്റെ മുൻപാകെ ലജ്ജിതരായി തീർന്നു പോകാതെ ഉറപ്പോടെയുള്ള ജീവിതവും സാക്ഷ്യ നിർവഹണവും ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ഒരു കൈത്താങ്ങൽ ആവശ്യമാണ്, ഒരു ബലപ്പെടുത്തൽ ആവശ്യമാണ്. വിശ്വാസം നമ്മൾക്ക് പാതയാണ്. പ്രാർത്ഥന നമുക്ക് പാതയാണ്. പ്രാർത്ഥനാനുഭവങ്ങൾ നമുക്ക് വിശുദ്ധിയുടെ നിറവാണ്. ഈ നിറവിൻ്റെ എല്ലാ പൂർണ്ണതയിലും ഉറച്ചു നിൽക്കുവാനും ശക്തി പ്രാപിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതായത് ലജ്ജ നൽകാത്ത വിശ്വാസം, ലജ്ജ നൽകാത്ത ആശ്രയം. ഇന്ന് നാം ചിലരുടെയൊക്കെ പിന്നാലെ പോയെന്ന് വെച്ചു, ചിലരെ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചു. അവർ ചെയ്യുന്ന എല്ലാ ദുഷ്കർമ്മങ്ങളും നമ്മളെയും കൂടെ ബാധിക്കും. നമ്മൾ വിശ്വാസമർപ്പിച്ച ഒരാൾ മറ്റുള്ളവരെ ചതിച്ചാൽ, നമ്മൾ വിശ്വാസമർപ്പിക്കുന്ന ഒരാൾ മറ്റുള്ളവർക്ക് എതിരാളിയായാൽ, അവർക്ക് പാര വെച്ചാൽ, അരുതാത്ത പ്രവൃത്തികൾ ചെയ്താൽ, അവൻ അനുഭവിക്കുന്ന ലജ്ജയുടെ അനുഭവം കൂടി നമുക്ക് കിട്ടും. എന്നാൽ നിന്നെ അനുഗമിക്കുന്നതിനാൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ എന്ന് ദാവീദ് പറയുമ്പോൾ ഒരു വലിയ ഉറപ്പുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തെ പിന്തുടരുകയാണെങ്കിൽ എനിക്കൊരിക്കലും ലജ്ജ ഭവിക്കുകയില്ല. എനിക്ക് നാണക്കേടുണ്ടാക്കുന്നൊന്നും എൻ്റെ ദൈവം പ്രവർത്തിക്കത്തില്ല. എനിക്ക് ബലഹീനത ഉണ്ടാക്കുന്നത് ദൈവം പ്രവർത്തിക്കത്തില്ല. നിത്യനഷ്ടമുണ്ടാക്കുന്നത് ദൈവം പ്രവർത്തിക്കത്തില്ല. നാം ഈ ലോകത്തിൽ മറ്റാരോടുകൂടെ പോയാലും നമുക്ക് ലജ്ജയുണ്ടാകും. ഇന്നോർത്തോണം, ഇന്ന് ദൈവത്തിൻ്റെ കൂടെ പോയതുകൊണ്ട് നമുക്ക് ലജ്ജയുണ്ടാകത്തില്ല. പക്ഷേ നമ്മളുടേതായിട്ടുള്ള ചില പ്രവൃത്തികൾ, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് മൂലം ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദൈവത്തെ നമ്മൾ സ്തുതിച്ചിട്ട് വർദ്ധതയുടെ പാതയിലേക്ക് പോകുമ്പോൾ ദൈവനാമം വ്യസനിക്കപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എനിക്കൊരിക്കലും ലജ്ജ തരാത്ത, എന്നെ നിന്ദിക്കാത്ത, എന്നെ ദുഷിക്കാത്ത എൻ്റെ ദൈവത്തിൻ്റെ പിന്നാലെ
ഉറച്ച് നമ്മൾക്ക് യാത്ര ചെയ്യാം. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. 18-ാം വാക്യത്തിൽ, നീതിമാനെതിരായി ഡംബോടും നിന്നയോടും കൂടെ ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള അധരങ്ങൾ മിണ്ടാതായി പോകട്ടെ. അതുമൊരു പ്രാർത്ഥനയെ നിലവിളിയുമാണ്. ഒരു വലിയ കണ്ണുനീരോടുകൂടി പറയുകയാണ്, നീതിമാനെതിരായി നിന്നയോട് ഡംഭോട് ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള അധരങ്ങൾ മിണ്ടാതായി പോകട്ടെ. അപ്പോൾ ഒരു വ്യക്തിക്കെതിരായി അഹങ്കാരത്തോടും നിന്നയോടും കൂടി അഹങ്കാര വാക്കുകൾ സംസാരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ അധരങ്ങൾ വ്യാജമുള്ള അധരങ്ങളാണ്. നമ്മുടെ അധരങ്ങൾ ശുദ്ധി വരുത്തിയതാകണം, ദൈവസ്തുതിയാൽ നിറഞ്ഞതാകണം, മറ്റുള്ളവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുന്നതാകണം. ഈ വ്യാജമുള്ള അധരങ്ങളുണ്ട്, കാപട്യമുള്ള അധരങ്ങളുണ്ട്. ഈ കാപട്യമുള്ള അധരങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് ഭയങ്കര മുനയുള്ളതാണ്. വിഷം പുരട്ടിയ അമ്പുകളേക്കാൾ പ്രശ്നമാണ്, വിഷമുള്ള സർപ്പത്തേക്കാൾ പ്രശ്നമാണ് വ്യാജമുള്ള അധരങ്ങൾ. ഈ വ്യാജമുള്ള അധരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അവൻ നീതിമാനെതിരായി ഡംബോടും അഹങ്കാരത്തോടും കൂടി സംസാരിക്കുമ്പോൾ, നിന്ദയോടുകൂടി ധാർഷ്ട്യം സംസാരിക്കുന്ന അനുഭവം. നിങ്ങളോ ഞാനോ ആരെക്കുറിച്ചെങ്കിലും എന്തിനെക്കുറിച്ചെങ്കിലും അഹങ്കാരത്തോടെ സംസാരിച്ചാൽ, ഡംബോടുകൂടി സംസാരിച്ചാൽ, ആരെങ്കിലും നിന്ദിച്ച് സംസാരിച്ചാൽ അത് വ്യാജമുള്ള അധരമാണ്. അതിലൂടെ സത്യമായ വാക്കുകൾ കടന്നു വരാൻ ബുദ്ധിമുട്ടാണ്, നല്ല കാര്യങ്ങൾ കടന്നു വരാൻ ബുദ്ധിമുട്ടാണ്, അഭിമാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വാക്കുകൾ വരുവാൻ ബുദ്ധിമുട്ടാണ്. ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടത്തില്ല എന്ന് സങ്കീർത്തനം പറയുന്നുണ്ട്, തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. ഒരേ അധരത്തിൽ നിന്ന് വരത്തില്ല. സ്തുതിയും സ്തോത്രവും കടന്നു വന്നിട്ട് മറ്റുള്ളതായിട്ടുള്ള വ്യർത്ഥവാക്കുകൾ കടന്നു വരത്തില്ല. വ്യർത്ഥവാക്കുകൾ കടന്നു വന്നിട്ട് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാൻ നിൽക്കുമ്പോൾ അവിടെയും അതിൻ്റെ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. നിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിൻ്റെ നന്മ എത്ര വലുതാകുന്നു. അതായത് ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചത്, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചത്, അങ്ങനെയുള്ള നന്മ എത്ര വലുതാകുന്നു. അപ്പം ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിക്കപ്പെട്ട കുറേ നന്മകളുണ്ട്. ഈ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിക്കപ്പെട്ട നന്മയെന്ന് വെച്ചാൽ എല്ലാം ഭക്തന് കിട്ടിയിട്ടില്ല, നീതിമാന് കിട്ടിയിട്ടില്ല. കർത്താവിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ച കുറേ നന്മകൾ, മനുഷ്യപുത്രന്മാർക്ക് വേണ്ടി തന്നിൽ ആശ്രയിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചതായ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവം സംഗ്രഹിച്ചു വെച്ച കുറേ സംഗതികളുണ്ട്. മനുഷ്യർ പ്രകടമായി കണ്ടതും അവൻ ആസ്വദിച്ചതുമായ നന്മകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആസ്വദിച്ചതായ നന്മകൾ മാത്രമല്ല ഉള്ളത്. ദൈവം കുറേ നന്മകൾ സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. അത് കാലാകാലമായി സാഹചര്യങ്ങൾക്കനുസൃതമായി ചുറ്റുവട്ടത്തിനനുസൃതമായി ദൈവം അത് നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അത് ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നതൊക്കെ എവിടെയെങ്കിലും കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് ആരും പരാതിപ്പെടേണ്ട. ഇത്രയേ ദൈവം തന്നുള്ളൂ, ഞാൻ പ്രാർത്ഥിച്ചിട്ടും നിലവിളിച്ചിട്ടും ഇത്രയൊക്കെ ഉള്ളോ എന്ന് ചിന്തിക്കേണ്ട. നിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവമേ നീ സംഗ്രഹിച്ചു വെച്ച നന്മകളുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ നിൻ്റെ ഭക്തനാണോ ഭക്തിയാണോ എന്നുള്ളതാ സംശയം. ഞാൻ നിൻ്റെ ഭക്തനും ഭക്തിയുമാണെങ്കിൽ നിനക്ക് മനസ്സലിവ് വരുവാൻ യോഗ്യനായവനും യോഗ്യയായവളുമാണെങ്കിൽ അത് ഇന്നും നാളെയുമായിട്ടൊക്കെ ആ സംഗ്രഹിച്ചു വെച്ചത് തരും. ചിലത് സംഗ്രഹിച്ചു വെച്ചതെല്ലാം നമുക്ക് തന്നെ തരത്തില്ല, നമ്മൾക്കുള്ളത് ധാരാളമായിട്ട് തന്നു. ഇനി തലമുറകൾക്ക് ദൈവം കൊടുക്കും. ചിലരൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ ജീവിതകാലത്ത് ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. അവർ നന്നായി പ്രാർത്ഥിച്ചവരാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ ചില പിതാക്കന്മാർ എത്രയോ കഷ്ടതയിലൂടെ കടന്നുപോയി, പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. അവർ പ്രാർത്ഥിച്ച് നിലവിളിച്ചു. അവരന്ന് ഒരു വലിയ നന്മകളുടെ പ്രവാഹം ദൈവസന്നിധിയിൽ സംഗ്രഹിച്ചു വയ്ക്കുവാൻ തക്കവണ്ണം ശക്തരായിരുന്നു. പക്ഷേ അവരുടെ തലമുറയ്ക്ക് ദൈവം അത് കൊടുത്തു. ദൈവം ഇന്നും അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി സംഗ്രഹിച്ചത്, സൂക്ഷിച്ചു വെച്ചത്,
അവൻ്റേതായിട്ടുള്ള ആലയത്തിലിരിക്കുകയാണ്. നമ്മൾ പറയത്തില്ലയോ, ഏറ്റവും സുരക്ഷിതമായൊരു അറയിൽ ദൈവം അത് വെച്ചിട്ടുണ്ട്. നിൻ്റെ നിക്ഷേപമുള്ളിടത്ത് നിൻ്റെ ഹൃദയമിരിക്കും. ഇന്ന് പലപ്പോഴും നമ്മളുടെ നിക്ഷേപങ്ങൾ മറ്റു പലതിനും വേണ്ടിയാണ്. അതുകൊണ്ട് ഹൃദയം എവിടേക്ക് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് എൻ്റെ നിക്ഷേപം ശത്രുക്കൾക്കെടുക്കാൻ പറ്റാത്തതായൊരു സ്ഥാനത്ത്, നഷ്ടപ്പെട്ടു പോകാത്ത ഒരു സ്ഥാനത്ത് ദൈവസന്നിധിയിലുണ്ട്. ഈ ലോകം തരുന്ന പലിശയേക്കാൾ, കൂട്ടുപലിശയേക്കാൾ എൻ്റെ ദൈവം അതിനൊക്കെ പലിശ നൽകും. നമ്മൾക്ക് അർഹമായ ആ ഒരു സംഗ്രഹശേഷി, ആ ഒരു കളക്റ്റീവ് കോൺഷ്യസ്, ആ ഒരു കളക്റ്റഡ് വെൽത്ത്, ആ ഒരു കളക്റ്റഡ് വെർച്യൂസ് നമുക്ക് ദൈവം തരും. പ്രിയമുള്ളവരെ, നമ്മളത് കാണും. പ്രാർത്ഥിക്കുന്നവൻ എപ്പോഴും കാണും, നിലവിളിക്കുന്നവനത് എപ്പോഴും കാണും. വീണ്ടും പറയുന്നു, അതെത്ര വലുതാകുന്നു. അതായത് നീ സംഗ്രഹിച്ചു വെച്ചിട്ടുള്ളതും മറ്റുള്ളവർ കാണുക നീ നൽകിയതും ഒത്തിരി വലുതാകുന്നു, നിസ്സാരമായിട്ടുള്ളതല്ല. ഈ ദൈവത്തിൻ്റെ ദാനങ്ങളും നന്മകളുമൊക്കെ ഒരിക്കലും ഒരു മിനിമൈസ് ചെയ്യരുത്. നമ്മൾ അത് വലുതാകുന്നു, അത് ശ്രേഷ്ഠമാകുന്നു, അത് ചിന്തിക്കുന്നതിലും അപ്പുറമാകുന്നു. തിരുവചനം പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അങ്ങനെയുള്ളൊരു നന്മ ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വീണ്ടും പറയുന്നു, നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വെല്ലുവിളികളിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. അതായത് ദൈവം തൻ്റെ ഭക്തന്മാർക്ക് ചെയ്യുന്ന അടുത്ത അനുഭവമാണ്. മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും. മനുഷ്യരുടെ കൂട്ടുകെട്ട് പതിയിരിപ്പുകൾ വലുതാണ്. പലതിനു വേണ്ടി നീതിമാനെതിരായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനം ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. ദൈവത്തിനോട് സഖ്യതയില്ലാത്ത ഇങ്ങനെയുള്ള ദുഷ്ടസിംഹാസനങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പം മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും, അത്യുന്നതൻ്റെ മറവിലാക്കും. ഈ ലോകത്തിൻ്റെ മറവിൻ്റെ പിന്നാലെയൊന്നും പോകണ്ട പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ മറവിനോട് ചേർന്ന് നമ്മളായിരുന്നാൽ മതി. ദുഷ്ടന്മാരുടെയും ദുഷ്ടമനുഷ്യരുടെയും കൂട്ടുകെട്ടിൽ നിന്നും മറച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള മറവെന്ന് പറയുന്നത് ദൈവം നമ്മളോടൊപ്പം എപ്പോഴുമുള്ള ഒരു അനുഭവമാണ്. മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ വാസം, മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ ആലയം, നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ആലയമാക്കി തീർക്കുവാനുള്ള ദൈവത്തിൻ്റെ താല്പര്യം അതൊക്കെ പരിപൂർണമായിട്ടുണ്ട്. നീ അവരെ നാവുകളുടെ വെല്ലുവിളികളിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. തൻ്റെ ഭക്തനെ ഉപദ്രവികളുടെ നാവുകളുടെ വെല്ലുവിളികളിൽ നിന്ന് രക്ഷിച്ച് കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. അതായത് നാവുകളുടെ വെല്ലുവിളി എന്ന് പറയുന്നത് അത് ശ്രദ്ധേയമാണ്. നാവുകളുടെ വെല്ലുവിളിയുണ്ട്, പലയിടത്തുമുണ്ട്. പലരും നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട്. നിന്നെ കൊണ്ടത് സാധിക്കുമോ? നീ ഇറങ്ങി വാടാ, നീ എന്ത് നേടി, നിനക്കെന്ത് ബുദ്ധിയുണ്ട്, എന്ത് കഴിവുണ്ട്. പലരും പല കാര്യത്തിന് വേണ്ടി വന്ന് വെല്ലുവിളിക്കും. എന്നിട്ട് പറയുന്നത് അവരുടെ വെല്ലുവിളിയിൽ നിന്ന് അവരോട് തിരിച്ച് വെല്ലുവിളിച്ച് ജയിപ്പിക്കുമെന്നല്ല, ദൈവത്തിൻ്റെ കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. അതായത് മനുഷ്യരുടെ വെല്ലുവിളി കേൾക്കാൻ പറ്റാത്ത, വെല്ലുവിളിയോട് പ്രതികരിക്കാൻ പറ്റാത്ത ഒരു കൂടാരം. എന്താ ഈ കൂടാരം? അതായത് മനുഷ്യരുടെ വെല്ലുവിളികൾ നേരിടുവാൻ പറ്റാതെ നമ്മൾ വലയുമ്പോഴും അതിന് മറുപടി പറയാൻ ശക്തിയുണ്ടെങ്കിലും ദൈവം ഇടങ്ങി അവരോട് വെല്ലുവിളിക്കാൻ പറയാതെ നമ്മെ ഒരു കൂടാരത്തിൽ കൊണ്ട് ഒളിപ്പിക്കുമെന്ന് വെച്ചാൽ അത് പ്രാർത്ഥനയുടെ കൂടാരമാണ്, ക്ഷമയുടെ കൂടാരമാണ്, നന്മയുടെ കൂടാരമാണ്, മനുഷ്യരോടൊപ്പം ദൈവം വസിക്കുന്ന കൂടാരമാണ്. നീ അതൊന്നും കേൾക്കണ്ടെന്ന്, നീ അതിന് മറുപടി പറയണ്ട. ആ വെല്ലുവിളിയൊക്കെ അവൻ നടത്തിയിട്ട് പോകട്ടെ. എല്ലാ വെല്ലുവിളിക്കും സഹോദരി നീ മറുപടി പറയാൻ പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റത്തില്ല. ദൈവം ഒരു കൂടാരത്തിൻ്റെ അകത്തേക്ക് കേൾക്കും. അപ്പോൾ അവിടെ ലോകത്തിൻ്റേതായ വെല്ലുവിളികളുടെ ആഴം നമ്മൾ കേൾക്കത്തില്ല, അത് കാണത്തില്ല, അങ്ങനെയുള്ളവരുടെ മുഖം കാണത്തില്ല. അതൊരു ക്ഷമയുടെ കൂടാരമാണ്, അത് സഹനതയുടെ കൂടാരമാണ്, വിശുദ്ധിയുടെ കൂടാരമാണ്, പ്രാർത്ഥനയുടെ കൂടാരമാണ്, നീതിമാന്മാരുടെ കൂടാരമാണ്, മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദം കേൾക്കുന്ന കൂടാരമാണ്. മാലാഖന്മാരുടെ പാട്ടുകൾ ഉയരുന്ന, സ്തുതിഗീതങ്ങൾ ഉയരുന്ന കൂടാരമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർക്കായി ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന മഹത്വ കൂടാരമാണ്. മുത്തേനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ. ആ പാട്ട് നമ്മൾ കേട്ടിട്ടില്ലയോ? അവിടെ ഗോപുരങ്ങളുണ്ട്, കൂടാരങ്ങളുണ്ട്.
ആ കൂടാരത്തിൻ്റെ പൂർണ്ണത നമ്മൾ ഉൾക്കൊള്ളണം. യോഹന്നാൻ തനിക്ക് പാർക്കുവാൻ പണിത ചെറിയ കൂടാരമുണ്ടായിരുന്നു. ആ കൂടാരത്തിൻ്റെ അകത്തായിരുന്നിട്ട് പോലും അവന് വെയിലടിച്ചു. അവിടെ ഇരുന്നിട്ടും നിനിവയുടെ നാശത്തെക്കുറിച്ച് ആഗ്രഹിച്ചു. പത്രോസ് പണിയാമെന്ന് പറഞ്ഞ കൂടാരം 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ദൈവമേ, എനിക്ക് കൂടാരമേ വേണ്ട. ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് നിനക്കും. എൻ്റെ കർത്താവിനൊന്ന്, മോശയ്ക്കും ഏലിയാവിനും ഒന്ന്. അതെ, മനസ്സിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യൻ പറയുന്നത് എപ്പോഴും അങ്ങനെ ആയിരിക്കും. എനിക്ക് ഈ കൂടാരങ്ങൾ വേണ്ട. എൻ്റെ ദൈവത്തിന് കൂടാരമുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വിശുദ്ധന്മാർക്ക് കൂടാരമുണ്ടെങ്കിൽ എനിക്ക് കൂടാരത്തിൻ്റെ ആവശ്യമില്ല. ഇന്ന് നമ്മൾ ദൈവത്തിന് കൂടാരം കൊടുക്കാതെ നമ്മൾ കൂടാരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോഴെല്ലാം ബാധ്യതകൾ കൂടുകയാണ്. ഇവിടെ പറയുന്നു, ദൈവം ഒരു പുതിയ കൂടാരം, മനുഷ്യരോടൊപ്പമുള്ള ദൈവത്തിൻ്റെ കൂടാരം, മറ്റുള്ളവരുടെ നിന്ദാവാക്കുകൾ കേൾക്കാതെ, വെല്ലുവിളികൾ കേൾക്കാതെ ഒളിപ്പിക്കുന്ന ഒരു കൂടാരം. എനിക്ക് നിങ്ങൾക്കും ആ കൂടാരം ആവശ്യമാണ്. അല്പമായി ശാന്തമായിരിക്കാനുള്ള കൂടാരം, പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും വേർതിരിക്കാവുന്ന കൂടാരം, മറ്റുള്ളവരുടെ വെല്ലുവിളി കേൾക്കാതെ അതിനോട് മറുപടി പറയാതെ അവനവൻ്റെ കുടുംബജീവിതമാകുന്ന വിശുദ്ധിയുടെ കൂടാരം. പ്രിയമുള്ള സഹോദര, നമുക്ക് മറ്റു പലതിനും മറുപടി കൊടുക്കാനുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്, കുടുംബത്തെ നോക്കാനുണ്ട്. അപ്പോൾ വ്യർത്ഥമായ വെല്ലുവിളികൾക്കൊന്നും മറുപടി കൊടുക്കാൻ പോകരുത്. നീ എല്ലാ വെല്ലുവിളിക്കും മറുപടി കൊടുക്കാൻ പോയാൽ, എല്ലാത്തിനും ലൈവ് ഇടാൻ പോയാൽ, എല്ലാത്തിനും കമൻ്റ് ഇടാൻ പോയാൽ, ഷെയർ ചെയ്യാൻ പോയാൽ ആ ജീവിതം കൊണ്ട് അർത്ഥമില്ല. അപ്പോൾ നീതിമാന്മാർക്കായി സംഗ്രഹിച്ചിരിക്കുന്നത് നമുക്ക് ദൈവം തരണമെന്നില്ല. യഹോവ വാഴ്ത്തപ്പെട്ടവനാകുന്നു, അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ അത്ഭുതകരമായ ദയ എന്നെ കാണിച്ചിരിക്കുന്നു. ഞാൻ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ നീ എൻ്റെ യാചനയുടെ ശബ്ദം കേട്ടു. എൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ ഛേദിക്കപ്പെട്ടു പോയെന്ന് വ്യസനത്തിൽ പറഞ്ഞു. എന്നാൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ നീ എൻ്റെ യാചനയുടെ ശബ്ദം കേട്ടു. എൻ്റെ കൂടെ എൻ്റെ ദൈവമില്ല എന്നും, ഞാൻ അവരിൽ നിന്ന് മാറിപ്പോകുകയാണെന്നും, എൻ്റെ ദൈവം എന്നെ കാണുന്നില്ല എന്നും, അവൻ എന്നെ വേണ്ട എന്നുമൊക്കെ എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞു. പലപ്പോഴും നമ്മളും പറയാറുണ്ട്, എൻ്റെ ദൈവം എവിടെ പോയി? എൻ്റെ ദൈവത്തിന് എന്നെ വേണ്ടായോ? എൻ്റെ ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചു, എനിക്കാരുമില്ലാതായോ? അതിവേദന കൊണ്ട് ഞാൻ വലയുന്നല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരിത് പറയുന്ന പലരുമുണ്ട്. ഉറക്കം നഷ്ടപ്പെടുമ്പോൾ പറയും, ദൈവമേ എനിക്ക് ഉറക്കം തരണമേ എന്ന് പറയും. അയ്യോ, അതിവേദന കൊണ്ട് ഞാൻ വലയുവാന്ന് പറയും. നിന്നതിനും ദൂഷിതനുമായി തീർന്ന് നമ്മൾ പരാതി പറയും, പൊട്ടിക്കരയും, പൊട്ടി നിലവിളിക്കും, ആരുമില്ലാത്തവനാണെന്ന് പറയും. പക്ഷേ എൻ്റെ വ്യസനത്തിലാണ് ഞാൻ പറഞ്ഞത്. എങ്കിലും പിന്നെയും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ നീ എൻ്റെ നിലവിളി കേട്ടു. എൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും നിലവിളിക്കുവാനുള്ള ഒരു മനസ്സ്, അതാ പ്രിയമുള്ളവരെ. ചില സമയത്ത് ഈ മനസ്സിൻ്റെ വ്യത്യസ്തത അതാ, സാഹചര്യങ്ങളതാ. ചില ചുറ്റുവട്ടത്തിൽ നിങ്ങളും ഞാനുമൊക്കെ ജീവിച്ചിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും കേട്ടോ, അറിയാതെ ചിന്തിച്ചു പോകും. എൻ്റെ ദൈവം എന്നെ നോക്കുന്നില്ല, എൻ്റെ ദൈവം എന്നെ എന്നും നോക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ പറയുന്നത് വ്യസനത്തിൻ്റെ സമയം, അതായത് ട്രബിൾസം പീരീഡ് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ആ സമയത്ത് നമ്മൾ പറയും. എന്നാൽ അതിനൊക്കെ ഉപരിയായിട്ട് വീണ്ടും ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു പറയേണ്ടത്, ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം കേട്ടു. നമ്മളൊക്കെ പലപ്പോഴും പകുതി പറഞ്ഞിട്ട് പോകും, എൻ്റെ ദൈവം എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, അതേ ലോകം കേൾക്കുന്നുള്ളൂ. സങ്കീർത്തനക്കാരൻ പറയുന്നത് അതല്ല. ഒരുപക്ഷെ ഞാൻ ഒത്തിരി നിൻ്റെ കഷ്ടതയുടെ, നിൻ്റെ അടികൊണ്ട് ശിക്ഷിക്കപ്പെട്ട പുരുഷനാകുന്നു ഞാൻ. നൊവമി പറഞ്ഞതുപോലെ മാറാ എന്നെ വിളിപ്പീൻ, സർവശക്തൻ കഠിനമായത് പ്രവർത്തിച്ചിരിക്കുന്നു എന്നൊക്കെ ചിലപ്പോഴൊക്കെ സാക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ബാക്കിയൂടെ പറയണം. ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലി അതാ. കഠിനമായത് പ്രവർത്തിച്ചിട്ടും അങ്ങനെയാണെന്ന് ലോകത്തോട് പകുതി പറഞ്ഞിട്ട് പോകരുത്, ബാക്കിയൂടെ പറയണം, തിരിഞ്ഞു നിന്ന് പറയണം. എങ്കിലും ഞാൻ അവനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവൻ എൻ്റെ യാചന കേട്ടു. ഇപ്പോഴും യാചന കേൾക്കുവാൻ സന്നദ്ധനാണവൻ. കണ്ണടച്ചും തോന്നിയാലും കാതു കൂർപ്പിക്കാൻ അവൻ ശക്തനാണ്. യഹോവയുടെ സകല വിശുദ്ധന്മാരുമേ അവനെ സ്നേഹിക്കുവേൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു, അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. നമ്മളെ വീണ്ടും പറയുകയാണ്, കഴിഞ്ഞ സങ്കീർത്തനത്തിലൊക്കെ പറഞ്ഞതുപോലെ, ദൈവപുത്രന്മാരെ എന്ന് വിളിച്ചതുപോലെ, യഹോവയുടെ വിശുദ്ധന്മാരെ എന്ന് പറഞ്ഞതുപോലെ,
നമ്മളെ വീണ്ടും അതേ വാക്കുകൊണ്ട് ദാവീദ് അഭിസംബോധന ചെയ്യുന്നു. അവിടെ പറയുന്നു, നിങ്ങൾ അവനെ സ്നേഹിക്കണം. യഹോവയുടെ വിശുദ്ധന്മാർ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. അപ്പോൾ ഇവിടെ 3 കാര്യം പറയുന്നുണ്ട്. യഹോവയുടെ വിശുദ്ധന്മാരുണ്ട്, യഹോവയുടെ വിശ്വസ്തന്മാരുണ്ട്. വീണ്ടും അതിനോട് ബദലായിട്ട് പറയുന്നു, അഹങ്കാരം പ്രവർത്തിക്കുന്നവനുണ്ട്, അവർക്ക് ധാരാളം പകരം കൊടുക്കുന്നു. അഹങ്കാരം പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം പകരം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ നാമം വെതായെടുക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നതിന് മറുപടികൾ കൊടുക്കേണ്ടി വരും. നമ്മൾ എത്രത്തോളം അഹങ്കരിക്കുന്നുവോ അത്രത്തോളം താഴേണ്ടതായിട്ടും വരും. എത്രത്തോളം ഉയരാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം താളടിയുമാകുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് യഹോവയുടെ വിശുദ്ധന്മാർ, യഹോവയുടെ വിശ്വസ്തന്മാർ, യഹോവയുടെ പുത്രന്മാർ, യഹോവയുടെ മക്കൾ, ഇതെല്ലാം പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ദാവീദിലൂടെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവസാനം പറയുന്നു, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കുവീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചു നിൽക്കട്ടെ. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കുവീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതിൻ്റെ അവസാനത്തെ ആ ഒരു നട്ട്ഷെല്ലിലുള്ള വാക്കതാണ്. ഈ സങ്കീർത്തനം 31 സങ്കീർത്തനത്തിലെ 24 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, ഒരു വലിയൊരു ഉപദേശം കൊടുക്കുകയാണ്. ഇപ്പം ആദ്യം കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ഭക്തൻ സ്വന്തമായി പല സാക്ഷ്യങ്ങളും നടത്തുന്നു, വേദനകളുടെ കാര്യം പറയുന്നു, ലോക സത്യങ്ങൾ പറയുന്നു. അതിനുശേഷം ഒരു വലിയ പഠിപ്പിക്കൽ നടത്തുകയാണ്. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കുകയും, യഹോവയുടെ പുത്രന്മാർ, യഹോവയുടെ വിശ്വസ്തന്മാർ, യഹോവയുടെ വിശ്വസ്തന്മാർ, യഹോവയിൽ പ്രത്യാശയുള്ളവർ. എത്ര വാക്കുകളാണ് പറയുന്നത്! നമ്മളെക്കുറിച്ച് തന്നെ പറയുക, നമുക്ക് അഭിമാനിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുകഴ്ചകൾ എന്തിനാ? നമ്മളെല്ലാവരും യഹോവയിൽ പ്രത്യാശയുള്ളവരാകണം. അങ്ങനെയുള്ളവർ ധൈര്യപ്പെട്ടിരിക്കണം, ഹൃദയം ഉറച്ചിരിക്കണം. അപ്പോൾ ഹൃദയം ഉറച്ചവരായി തീരുവാൻ തക്കവണ്ണം സംഗതിയാക്കണം. പാട്ടുകാരൻ പാടിയത് അതുകൊണ്ടാണ്. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുശസ്സേ, ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുശസ്സേ, ഓർക്കും തോറും രമ്യം. നമ്മൾ ലക്ഷ്യമെല്ലാം കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ വരവിൽ ലക്ഷ്യം കാണുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ ഹൃദ്യമായി പറഞ്ഞതുപോലെ യഹോവയിൽ പ്രത്യാശയുള്ളവർക്കൊക്കെ ധൈര്യമുണ്ട്. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി ഭവനമൊരുക്കിയാൽ നിങ്ങളെ പിന്നെയും വന്ന് ചേർത്തുകൊള്ളും. ഹൃദയം ഉറച്ചിരിക്കണം. ഹൃദയം ഉറച്ചിരിക്കുന്നവരും ഹൃദയം ധൈര്യപ്പെട്ടവരുമായി നിങ്ങളും ഞാനും ജീവിതത്തിൻ്റെ വഴിത്താരയിൽ മുൻപോട്ട് പോകുമ്പോൾ അതൊരു സന്തോഷമാണ്. ഇന്ന് നമുക്കെന്തിലാണ് പ്രിയമുള്ളവരെ പ്രത്യാശ? ഇന്നെന്തിലാണ് നമ്മൾ ഉറച്ചിരിക്കുന്നത്? നമ്മളുടെ സമ്പാദ്യത്തിലാണോ നമ്മളുടെ പ്രത്യാശ? പ്രത്യാശയും ആശയും തമ്മിൽ വ്യത്യാസമുണ്ട്. ആശയെന്ന് പറയുന്നതും ആഗ്രഹമെന്ന് പറയുന്നതും മോഹമെന്ന് പറയുന്നതും അത് ലോകൈക വസ്തുക്കളിലുള്ള അനുഭവമാണ്. എന്നാൽ പ്രത്യാശയെന്ന് പറയുന്നത് അതിനപ്പുറമാണ്. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നമ്മളുടെ ജീവിതത്തിലുണ്ടാകണം. വിശ്വാസത്തിൽ നിന്ന് പ്രത്യാശ, പ്രത്യാശയിൽ നിന്ന് സ്നേഹം, അതിലേക്ക് നയിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ ഞാൻ മുൻപോട്ട് പോകുമ്പോൾ ലോകം സന്തോഷിക്കുവാനിടയാകും. ലോകത്തിൽ പ്രത്യാശയില്ലെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇന്നും ചില അനുഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒത്തിരി പ്രത്യാശ വരുന്നുണ്ട്. ചില സാഹചര്യങ്ങൾ നമ്മളെ പ്രത്യാശയുള്ളവരാക്കും. പ്രാർത്ഥനകൾ നമ്മളെ പ്രത്യാശയുള്ളവരാക്കും. ജാഗരണം പ്രത്യാശയുള്ളവരാക്കും. നോമ്പനുഷ്ഠാനങ്ങൾ പ്രത്യാശയുള്ളവരാക്കും. വിശുദ്ധ ജീവിതം പ്രത്യാശയുള്ളവരാക്കും. ആ വിശ്വാസ ജീവിതത്തിൽ അധിഷ്ഠിതമായി മുൻപോട്ട് പോകുമ്പോൾ സ്വർഗം സന്തോഷിക്കും, ലോകം സന്തോഷിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ വാചകം ഒന്നുകൂടി പറയട്ടെ. അർദ്ധോക്തിയിൽ അവസാനിക്കുന്ന ഒരു സംഗീതം പോലെയല്ല നമ്മുടെ ജീവിതം. മറിച്ച് അന്തമില്ലാത്ത ദിവ്യമായ അനുരണനങ്ങളുമായി ശാഖോപശാഖകളുമായി പടർന്നു പന്തലിക്കുന്ന ഒരു വൃക്ഷം പോലെ, ഒരു ധ്വനി പോലെ, ഒരു പ്രവാഹം പോലെ നമ്മുടെ ജീവിതമായി തീരണം. നമ്മളുടെ ചിന്താധാരകളായി തീരണം. ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന ഒരനുഭവമല്ല,
മറിച്ച് എപ്പോഴും നമ്മളൊരു കാര്യം ആലോചിച്ചോണം, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതമെന്ന് പറയുന്നത് അർദ്ധോക്തിയിൽ നിർത്തിപ്പോയ പാട്ടല്ല, അർദ്ധോക്തിയിൽ നിർത്തിപ്പോയ പ്രസംഗമല്ല. അർദ്ധോക്തിയിൽ പലപ്പോഴും പലരും കേൾക്കുന്നത് നമ്മളുടെ വ്യസനസ്വരം മാത്രമേ കേൾക്കുന്നുള്ളൂ. സന്തോഷത്തിൻ്റെ സ്വരവും കേൾക്കണം. അതുകൊണ്ട് ദാവീദിൻ്റെ ജീവിതചര്യയെ പോലെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന, ദുഃഖകരമായ കാര്യങ്ങൾ പറഞ്ഞാലും എനിക്ക് കിട്ടിയ മറുപടികൾ പറയുന്ന അനുഭവം ഉണ്ടാകണം. നമ്മൾ വ്യസനങ്ങൾ പറഞ്ഞാലും ദൈവം തന്ന അനുഭവങ്ങൾ പറയണം. നീ ആരോടെങ്കിലും നിനക്കില്ല, എനിക്ക് ദൈവം തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിച്ചിരിക്കണം. പല കാര്യങ്ങളും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന പരാജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എനിക്കിതുവരെ ഒന്നും ആയിട്ടില്ല. ആ പാവം പിടിച്ചവൻ അത് വിശ്വസിക്കും, സാധുക്കളത് വിശ്വസിക്കും. നിനക്ക് തന്നത് നീ സാക്ഷിക്കണം, ജനങ്ങളുടെ മുൻപാകെ സാക്ഷിക്കണം, സമൂഹത്തിൻ്റെ മുൻപാകെ സാക്ഷിക്കണം. ആ സാക്ഷി ജീവിതം നമ്മളെ ശക്തീകരിക്കട്ടെ. ദൈവം തന്നെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.